വളരെ മിടുക്കനായ ഒരുപാട് കഴിവുകളുള്ള ഒരു വിദ്യാർത്ഥി. പക്ഷേ അതൊന്നും അവൻ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ അവൻ്റെ ജീവിതം ഒരു വലിയ വഴിത്തിരിവെടുക്കുകയാണ്. ഇതാ മരണം അവൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു. അവനെ ഒരു കട്ടിലിലേക്ക് അല്ലെങ്കിൽ ഒരു വീൽചെയറിലേക്ക് തളച്ചിടുന്ന ഒരു രോഗം അവനെ ബാധിച്ചു കഴിഞ്ഞു. മരണം കൺമുമ്പിലെത്തിയപ്പോൾ തൻ്റെ കയ്യിലുള്ള സമയം എത്രമാത്രം ചുരുക്കമാണെന്ന് അവന് തോന്നിയപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കും. എൻ്റെ കഴിവിൻ്റെയോ എൻ്റെ സമയത്തിൻ്റെയോ ഒരു തുള്ളി പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ജീവിതം ആസ്വദിക്കും, ജീവിതത്തിൽ കഷ്ടപ്പെടും. അന്നുവരെ അവൻ കണ്ട സ്വപ്നങ്ങൾക്ക് ജീവൻ വയ്ക്കുകയായിരുന്നു. അന്നുവരെ അവൻ പിന്നെയെന്ന് മാറ്റിവെച്ചതെല്ലാം അവൻ നേടിയെടുക്കാനായിട്ട് തുടങ്ങി. മറ്റാരുമല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തീവ്രത ഇന്ന് നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുന്നു, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നു, നമ്മുടെ കഴിഞ്ഞുപോയ അനുഭവങ്ങളിലൂടെ നമ്മൾ നോക്കുന്നു. നമ്മുടെ നഷ്ടപ്പെട്ട് ചിതറിക്കിടക്കുന്ന സ്വപ്നങ്ങൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതിയെ പൊഴിഞ്ഞുപോയ നമ്മുടെ പാഷൻ, നമ്മുടെ എനർജി, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളതാകാം. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അലസതയിൽ പതിയെ മാഞ്ഞു പോയതാകാം. ആ സ്വപ്നങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സ്വപ്നം? ഇന്ന് നമ്മളത് നേടിയെടുത്തിട്ടുണ്ടോ? നമ്മൾ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളായി നമ്മൾ മാറിയിട്ടുണ്ടോ? മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി ഇന്ന് നമ്മൾ മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അതിനുള്ളൊരു ജീവിതം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ നമ്മൾ ആരാവണമെന്ന് ആഗ്രഹിച്ചോ ആ മനുഷ്യനായി തീരാൻ. പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചത്, ഏതെങ്കിലും ഒരു ദിവസം, സം ഡേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നത് ഒരിക്കലും നടക്കില്ല. ഇന്ന് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ആരംഭിക്കുന്നില്ലെങ്കിൽ നാളെ നമ്മൾ ആരംഭിക്കില്ല. എക്സ്ക്യൂസുകൾ പറയുന്നതിന് മുമ്പ് നമ്മളെക്കാൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി നമ്മുടെ അത്രയും പോലും അവസരങ്ങൾ കിട്ടാതെ എത്തിപ്പിടിച്ചവരിലേക്കൊന്ന് നോക്കുക. അതുകൊണ്ട് നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകളല്ല യഥാർത്ഥത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. യു cannot let excuses kill your big dreams. To chase your dreams even if you don't see anything. Like I always had this thing in my head about this road with no light, and it's just my bike and the headlight, and there's a distance to which your headlight can go. That's all you can see. So I'm trying to go reach that distance, and I'm sure when I reach that distance I'll get the next light. So the distance I have to go further. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് എന്താണെന്ന് അറിയാൻ കഴിയുകയില്ല. എന്തിനാണ് മുഴുവനും അറിയുന്നത്? ഒരടി വെക്കാനുള്ള വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഓരോ അടി വീതം മുമ്പോട്ട് യാത്ര ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ വെളിച്ചം നമുക്ക് കാണിച്ചു തരുന്നത് തൊട്ടു മുമ്പിലുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഒരു തോൽവിയിലോ ഒരു പരാജയത്തിലോ നമ്മൾ തോറ്റു കൊടുക്കരുത്, നമ്മൾ പിന്മാറരുത്. But it's important to be patient and wait for good things to come your way and do it and not lose heart. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ്, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ പാഷൻ, ആൻഡ് യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ബിക്കോസ് യുവർ ഡ്രീംസ്, the world needs it. Inspiring, free.